നമ്മളിപ്പോൾ ഉള്ളത് ജബലുൽ മലായിക്കത്ത് എന്ന് പറയുന്ന ബദർ യുദ്ധം നടക്കുന്ന സമയത്തും മലക്കുകൾ ഇറങ്ങി എന്ന് പറയപ്പെടുന്ന മലയുടെ താഴത്താണ്. മലയ്ക്ക് മുകളിൽ പോയി ആ കാണുന്നതാണ് മല. കയറാനാണ് ഗതികൾ. മണ്ണിൽ കാലുകൊണ്ട് പൂന്തി പോയിട്ട് കുത്തനുള്ള മലയല്ല. അല്ല ഇത്ര കഷ്ടമുണ്ട് അത് കയറിക്കിട്ട്. വ്യൂ എന്താ ശശിച്ചാ ഇത് മലക്കിറങ്ങിയതല്ലേ. ഇനി ഞാൻ മുകളിലോട്ട് ഇത്രയും ദൂരം ഉണ്ട് കയറണമെങ്കിൽ ഇനിയിപ്പോ അവിടെ അസറായി കറങ്ങും. അതൊന്നും നടക്കൂല. അവിടെ എത്തി. ഇനി മുകളിലോട്ട് ഇറങ്ങാൻ നടക്കൂല. അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ഉള്ളത് ജബലുൽ മലായിക്കത്ത് എന്ന് പറയുന്ന ഒരു മലയ്ക്ക് താഴ്ഭാഗത്താണ്. ഈ കാണുന്നതാണ് ആ മല. അവിടെ വന്നൊരു ഉസ്താദിൽ നിന്ന് ഉസ്താദ് പറഞ്ഞാണ് ഞങ്ങൾ ഈ സ്ഥലത്തെക്കുറിച്ച് അറിയണത്. അപ്പോൾ തന്നെ ലൊക്കേഷൻ ഇട്ട് ഈ സ്ഥലത്തേക്ക് പോകുന്നത്. നേരത്തെ ഈ വീഡിയോ എന്തുകൊണ്ടാണ് തനിയെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മക്കയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അതിൽ ബദർ പോവുക എന്നുള്ളത്, ബദറിൽ കയറുക, ബദറിൻ്റെ ആ ഏരിയ കാണുക, യൂട്യൂബിലൊക്കെ കണ്ട അത് കാണുക, നേരിലൊന്ന് ഇതാക്കുക, സിയാറത്ത് ചെയ്യുക, അവിടെ നിന്ന് പറ്റിയാൽ ഒന്ന് മൗലൂദ് ഓതുക എന്നൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം. പക്ഷേ ആ ആഗ്രഹത്തിൽ അള്ള തന്ന അഡീഷണൽ ബോണസാണ് സത്യത്തിൽ ഞങ്ങൾക്ക് ഈ മല മുകളിലേക്ക് കയറിപ്പോയ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയത് ജസീർ ഭായി മാത്രമാണ് കൂട്ടത്തിലുണ്ടായിരുന്നത്. മാഷാ അല്ലാഹ്. രണ്ടാമത് ഞാനും ഫാരിസും അത് എൻ്റെ വരെ എത്താൻ നോക്കി വീഡിയോ എടുക്കണം എന്നുള്ളതുകൊണ്ടും പിന്നെ അത്രത്തോളം നേരം തണുപ്പ് സഹിച്ച് ആ മണലിൽ നിൽക്കുക എന്നുള്ളത് എനിക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ ഉംറ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ള ഭയത്താൽ ഞാൻ താഴത്തേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത്. പക്ഷേ മാഷാ അല്ലാഹ് ഒരുത്തൻ അവിടെ വീണ് കിടക്കുന്നുണ്ട് ഫാരിസ്. എന്നാലും കുഴപ്പമില്ല, അവിടെ നിന്ന് നീച്ച് സമാധാനത്തിൽ വരട്ടെ. അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യോ ഇല്ലയെന്നൊന്നും അറിയില്ല, പക്ഷേ ഓർമ്മകളിലേക്ക് വേണ്ടി എടുത്തു വെക്കുന്ന ക്ലിപ്പാണ്. കേട്ട് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇൻഷാ അല്ലാഹ് പോസ്റ്റ് ചെയ്യും. അന്ന് പോസ്റ്റ് ചെയ്യുമ്പോഴും ഇതിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഇതിന് വേറൊരു വോയിസ് ഓവറോ കാര്യങ്ങളോ ഇൻഷാ അല്ലാഹ് കൊടുക്കാൻ കരുതുന്നില്ല. അള്ള തന്ന അഡീഷണൽ ബോണസ് ആയിരുന്നു. ഒന്നാമത് അള്ള തന്ന ബോണസാണ് ഈ സമയത്തുള്ള ലീവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ലീവിൽ ഉംറ ചെയ്യാൻ പോകുക, അത് മദീനയിൽ ടച്ച് ചെയ്തിട്ട് മദീന വഴി ബദറിലെത്തുക, ബദർ വഴി മക്കയിലേക്ക് പോവുക, അവിടെ നിന്ന് ഉംറ ചെയ്യുക, ഇതായിരുന്നു യാത്രയുടെ ഉദ്ദേശം. ആ നടുവിൽ കിട്ടിയ ഈ സാഹചര്യം വല്ലാഹി നല്ല ബർക്കത്താണ്. കൂടെ സാഹിലുണ്ടായിരുന്നു. സാഹിലിന് തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പനിയുടെ ചെറിയ ലക്ഷണങ്ങളുള്ളതുകൊണ്ട് ആൾ തിരിച്ച് കാറിലേക്ക് തന്നെ കയറി. അപ്പോൾ യാത്രയിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടി അള്ളാഹിൻ്റെ അടുത്ത് ദുആ ചെയ്യുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനകളിൽ നിങ്ങളെല്ലാവരും ഞാൻ ഉൾപ്പെടുത്താം.